ഹലോ നമസ്കാരം എല്ലാവർക്കും കവീസ് കിച്ചൻ പാർട്ണറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്ന ഒരു പിലോപ്പിയ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ മീനിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായി ഇങ്ങനെ വരയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി മസാല പിടിക്കാനായിട്ടാണ് വരഞ്ഞു കൊടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. മസാല തയ്യാറാക്കാനായിട്ട് മറ്റൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 സ്പൂണോളം മുളക് പൊടി, സാധാരണ മുളക് പൊടിയാണ് കേട്ടോ അത്, 2 സ്പൂണ് 2-2.5 സ്പൂണോളം മുളക് പൊടി ചേർക്കാം. ഇതിലേക്ക് ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂണോളം കുരുമുളക് പൊടി, 1/2 സ്പൂണോളം ഗരം മസാല പൗഡർ, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളകും കൂടിയിട്ട് അരച്ചത്, പച്ചമുളക് എന്ന് പറയുമ്പോൾ കാന്താരി മുളകാണ് കേട്ടോ, അതെല്ലാം ചേർത്ത് അരച്ചത് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചതച്ച മുളക് 1 സ്പൂണ് ചതച്ച മുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മുടെ മീൻ പിലോപ്പിയ മാത്രമല്ല ഏത് മീനും ഈ മസാല ചേർത്തിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കണേ. ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ മസാല കണ്ടില്ലേ, ഇതുപോലെ നല്ല കട്ടിയായി പോകരുത്, കുറച്ച് ലൂസായിട്ട് നമ്മൾ മസാല തയ്യാറാക്കിയെടുക്കാം. നമുക്ക് മീനിലേക്ക് പരട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ തന്നെ തയ്യാറാക്കിയ ശേഷം അപ്പോൾ തന്നെ പരട്ടി കൊടുക്കാം. ഉപ്പൊക്കെ നല്ല ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ മസാല നമുക്ക് മീനിലേക്ക് പരട്ടി കൊടുക്കാം. മീനൊക്കെ നന്നായിട്ട് മസാല പരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ തന്നെ വറുത്തെടുക്കാം. റെസ്റ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസിൻ്റെ കറക്റ്റാണ്. ഇതൊരു 1/2 കിലോയോളം പിലോപ്പിയാണ് വരുന്നത്. അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റ് പാകത്തിനാണ്, ബാക്കിയൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാം. കൂടുതൽ റെസ്റ്റ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വെക്കാൻ അപ്പോൾ തന്നെ വറുത്തെടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മീൻ വറുത്തെടുക്കാനുള്ള ഓയിൽ ഞാൻ ഒഴിച്ചിട്ട് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മീൻ എടുത്തിടേണ്ട ആവശ്യമുള്ളൂ. നന്നായിട്ട് ഓയിൽ നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. അധികം ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മീൻ ഇടാൻ പോവാണേ. നന്നായിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ മീൻ ഇട്ട് കൊടുത്താൽ പിന്നെ തീ അധികം വല്ലാതെ ഫ്ലെയിമിൽ ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ കരിയും, മസാലയൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീ മീഡിയത്തിൽ ഇട്ടിട്ട് വറുത്തെടുത്താൽ മതി. അപ്പോൾ മീനിൻ്റെ ഒരു വശം നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. നമ്മുടെ മീൻ നന്നായിട്ട് അടിപൊളിയായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ മീൻ. ആ വേപ്പിലയുടെ നല്ല ടേസ്റ്റും സ്മെല്ലൊക്കെ മീനിലേക്ക് ഇറങ്ങും. അപ്പോൾ ഈ സമയത്ത് ആദ്യം ഇട്ട് കൊടുക്കരുത്, അപ്പോൾ നന്നായി കരിഞ്ഞു പോവും. മൊരിഞ്ഞിങ്ങനെ വരുന്ന സമയത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അടിപൊളി ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പുതിയ വിഭവങ്ങളായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും ബൈ.